നമസ്കാരം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പയ്യന്നൂർ ഉളിയത്തുകടവിൽ കൗവായി കായലിൽ വരുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണ്. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ 80 കോടി രൂപയാണ് പയ്യന്നൂരിലെ ഈ ഒരു ഉളിയത്തുകടവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് വകയിരുത്തിയിരുന്നത്. ഇതിനെതിരെ ജില്ലാ പരിസ്ഥിതി സമിതി പ്രവർത്തകർ പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണനെ നിവേദനം നൽകി. നമ്മുടെ പയ്യന്നൂര് മണ്ഡലത്തിലെ പുതിയ പദ്ധതിയായിട്ടുള്ള ഉളിയത്തുകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതിൽ പ്രധാനമായിട്ടും നമ്മുടെ വയലുകളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നു, കുടിവെള്ളത്തിലേക്ക് ഉപ്പുവെള്ളം കയറുന്നു ഒക്കെയുള്ളതാണ് നമ്മൾ അതിനൊരു കാരണമായിട്ട് ഈ പദ്ധതിയുള്ള ഒരു ആവശ്യമായിട്ട് പറയുന്നത്. ശരിയാണ്. വയലുകളിൽ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നം കർഷകർ അടുത്ത കാലത്തായിട്ട് നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ കിണറിലേക്ക് കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ രൂക്ഷമായിട്ട് ഇത് സംഭവിക്കുന്നതെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനൊരു വലിയ പ്രൊജക്റ്റിലേക്ക് നമ്മൾ പോകേണ്ടത്. ഈ പ്രൊജക്റ്റ് ഉളിയത്തുകടവ് പോലുള്ള വേലിയേറ്റം കൂടിയ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കർഷകർ മുമ്പ് വ്യാപകമായി ഇപ്പോൾ കൃഷി കുറഞ്ഞു വരികയാണ്. വ്യാപകമായി കൃഷി ചെയ്യുന്ന സമയത്ത് പുഴയുടെ കരബണ്ടുകൾ നന്നായിട്ട് ചെയ്യുമായിരുന്നു. അതുകൂടാതെ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ചെറിയ തടയണകൾ കർഷകർ നിർമ്മിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോഴില്ല. അതുകൂടാതെ കുണിയൻ മുങ്ങത്തും എടാട്ടുമ്മലിലുമുള്ള ആ അണക്കെട്ടുകളിൽ ലീക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒക്കെ പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ ശാസ്ത്രീയമായിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഈ റെഗുലേറ്റർ ബ്രിഡ്ജ് വരുന്നത് കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പുഴയുടെ തന്നെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കാനും അതുപോലെ കാട്ടാമ്പള്ളി പാലയിലൊക്കെ ഈ നീലേശ്വരം പാലയിലൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അതൊക്കെ കൂടി പഠിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഉപ്പുവെള്ളം കയറുന്നത് തീർച്ചയായിട്ടും തടയേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി ശാസ്ത്രീയ പഠനം ഈ പദ്ധതിക്ക് ആവശ്യമാണെന്ന് പറയാനുള്ളത്. കണ്ണൂർ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പയ്യന്നൂർ MLA ആയ ശ്രീ കുഞ്ഞുഷേട്ടനെ സന്ദർശിച്ചത് നമ്മുടെ കൗവായി കായലിൻ്റെ ഭാഗത്തായിട്ട് ഉളിയത്തുകടവിലൊരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഉളിയത്തുകടവിന് മുകളിലേക്ക് കൗവായി പുഴയുടെ ഭാഗങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ അവിടെ ഉളിയത്തുകടവിൽ കാലങ്ങളായി ഉപ്പുവെള്ളം തന്നെ നിൽക്കുന്ന പ്രദേശത്ത് ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കുന്നത് മുകളിലേക്കുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളെ ഇല്ലാതാക്കുന്നതിന് കാരണമാകുമെന്നുള്ള ഒരു ആശങ്ക നമ്മുടെ സമിതി MLAയോട് പങ്കുവെക്കുകയാണ് ചെയ്തത്. പാലായിലൊരു റെഗുലേറ്റർ കാര്യങ്കോട്ട് പുഴയുടെ കവായിൽ ചേരുന്നതിന് മുന്നേയുള്ള പ്രദേശത്ത് സ്ഥാപിച്ചതിന് ശേഷമാണ് കുനിയനടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കൂടുതലായിട്ട് ഉപ്പുവെള്ളം കയറുന്നത് ആരംഭിച്ചത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഉപ്പുവെള്ളം വളരെ കൂടുതലായിട്ട് കുനിയൻ പ്രദേശത്ത് വരാനുള്ള ഒരു കാരണം പാലായിൽ ഒരു റെഗുലേറ്റർ സ്ഥാപിച്ചതുകൊണ്ട് ഉപ്പുവെള്ളം കൂടുതലായിട്ട് കവായി പുഴയിലേക്ക് കയറുന്നൊരു പ്രതിഭാസമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള മാറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ പരിസ്ഥിതി ഏകോപന സമിതിയുടെ മറ്റൊരു ആശങ്ക ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉളിയത്തുകടവിൽ സ്ഥാപിക്കുന്നതോടുകൂടി കവായി കായലിൻ്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെയും തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കൂടുതലായിട്ട് ഉപ്പുവെള്ളം കയറുന്നതിനുള്ള ഒരു സാഹചര്യം ഇത് ഉണ്ടാക്കുമെന്ന ഒരു ഭീതി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളോടുകൂടി മാത്രമേ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഒരു പ്രപ്പോസലിലേക്ക് മുന്നോട്ട് പോകാവൂ എന്നുള്ളതാണ് പരിസ്ഥിതി ഏകോപന സമിതി മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ബജറ്റുകളിൽ തന്നെ ഉൾപ്പെടുത്തിച്ചതാണ് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നാണ് MLA നമുക്ക് മറുപടി നൽകിയത്. അദ്ദേഹം കൃത്യമായ പഠനത്തോടു കൂടി മാത്രമേ റെഗുലേറ്ററിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകൂ എന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്.